ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു സെയിൽ പ്ലാന്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ലീഫി പ്ലാന്റ്സും അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലവറിങ് പ്ലാന്റ്സിൽ വരുന്നത് ജമന്തിയാണ് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി ജമന്തി അല്ലേ, കുറേ കളറുകളുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ജമന്തിൻ്റെ പ്ലാന്റുകളെല്ലാം നമ്മൾ ഒരു കോംബോ ഓഫറാണ് വരുന്നത് കേട്ടോ. 3 പ്ലാന്റിന് 250 രൂപയാണ് വരുന്നത്. 250 പ്ലസ് CC ആണ് വരുന്നത്. ഇതുപോലാണ് സൈസൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മെച്ചൂർഡായിട്ടുള്ള സൈസാണ് കണ്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോംബോ വേണ്ട, ഏതെങ്കിലും ഇതിലുള്ള ഒരേ കളറൊക്കെ മതിയെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്, എല്ലാത്തിലും നല്ല മൊട്ടുകളൊക്കെ ഉള്ള പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ ജമന്തിൻ്റെ കോംബോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ജമന്തിൻ്റെ കോംബോ വരുന്നത് 3 പ്ലാന്റാണ്. ഈ ഒരു 3 സൈസിലുള്ള പ്ലാന്റാണ് വരുന്നത്. ഇതിനാണ് 250 പ്ലസ് CC വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കോംബോ അല്ലാന്നുണ്ടെങ്കിൽ ഓരോ പ്ലാന്റായിട്ട് തന്നെയും എടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈ ജമന്തിയൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പിടിക്കുന്നതാണോ, വീണ്ടും മുട്ടുകളൊക്കെ പിടിക്കുമോ, നമുക്ക് കുത്തി പിടിപ്പിക്കാൻ കഴിയുമോ, നമുക്ക് തൈകൾ ഇതിൽ നിന്ന് പിടിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പം അതിന് എല്ലാവരും ഉള്ള മറുപടി ഈ വീഡിയോയിലൂടെ തരാമെന്ന് വെച്ച് ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ജമന്തി വാങ്ങിയവരുടെ ഒരു ക്വസ്റ്റ്യനാണ്, ഒരുപാട് സംശയങ്ങളാണ് അതൊക്കെ. ഇന്നത്തെ സെയിൽ പ്ലാന്റ് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഗന്ധകരാജനാണ് കേട്ടോ. പിന്നെ കലാത്തിയ ഉണ്ട്. കലാത്തിയൻ്റെ 3 വെറൈറ്റീസാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മൾ മുന്നേ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. അപ്പം ഗന്ധകരാജൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, നല്ല മണമാണ്, ഭയങ്കര മണമാണ് വിരിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പം അത് വിരിയുന്ന സമയമാണ്. പ്ലാന്റ് സൈസ് കാണിക്കുക. കഴിഞ്ഞ വട്ടത്തെ സെയിൽ പ്ലാന്റിൽ നിന്ന് നമ്മൾ എടുത്തു വച്ചേക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ, മദർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂ കഴിയല്ലോ, നമ്മുടെ ഇപ്പോൾ ഉള്ള ആ പൂവ് കഴിയുമ്പം ആ പൂവ് അതിൽ നിന്ന് കരിയാൻ സമ്മതിക്കരുത്. അതിന് മുന്നേ തന്നെ കുറച്ച് കളറ് മങ്ങിയാണ് വരുന്നത്. സാധാരണ കരിയാറില്ല, ഒരുപാടായിട്ടാണ് നമ്മുടെ ഈ ഹൈബ്രിഡ് ജമന്തികളൊക്കെ കരിയുന്നത്. ആ കളറ് മങ്ങുന്ന ടൈമിൽ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, നല്ല തണ്ടിൻ്റെ ഭാഗം വെച്ചിട്ട്. അപ്പോൾ ദേ ഇതുപോലെ കുനുകുനാന്ന് മുട്ടുകൾ വരും കണ്ടോ. ഇത് കണ്ടോ മുട്ടുകൾ വന്നേക്കുന്നത്, ഇതെല്ലാം മുട്ടുകളാണ്, വിരിയാനുള്ള മുട്ടുകളാണ് കണ്ടോ. എല്ലാത്തിലും ഇത് മഞ്ഞയായിരുന്നു, മറ്റേത് വയലറ്റ് ആയിരുന്നു, കണ്ടില്ലേ. നിറച്ച് മുട്ടുകൾ വരും. നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് അങ്ങ് നിർത്തണം, ആ സമയത്താണ് വരുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് ഈ ജമന്തി നഷ്ടപ്പെട്ടു പോകില്ല, നമ്മുടെ കയ്യിൽ നിൽക്കും, നമ്മുടെ കയ്യിൽ നിന്ന് കിളിർക്കും കണ്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണേ. അതുപോലെ തന്നെ ഇതിൻ്റെ തൈകൾ പിടിപ്പിക്കണമെങ്കിൽ ഇതുപോലെ നല്ല പോട്ടിംഗ് മിക്സിൽ സീഡ് ട്രേയിലോ ഒരു ചെറിയ നമ്മൾ പ്രൊപ്പഗേഷൻ ചട്ടിയിലോ വെച്ചിട്ട് കമ്പ് ഒടിച്ചു കുത്തിക്കഴിഞ്ഞാൽ റൂട്ട് കിളിക്കും. ഞാൻ ഇപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ജമന്തിയിൽ നിന്ന് കൊമ്പ് ഒടിച്ച് കുത്തി റൂട്ട് പിടിപ്പിച്ചതാണ്. ഇത് തൈയല്ല, കണ്ടില്ലേ. നമ്മൾ ഇതുപോലെ സീഡ് ട്രേയിൽ നല്ല പോട്ടിംഗ് മിക്സിൽ നട്ടാൽ ഇതുപോലെ നല്ലൊരു തൈ കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. നമ്മളെപ്പോഴും വിത്തുകൾ പാകുന്ന സമയവും കൊമ്പുകൾ കുത്തുന്ന സമയം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സെറ്റായിട്ടോ. ഇനിയിപ്പോൾ നല്ലൊരു ചട്ടിമേൽ ഇതങ്ങോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇതിലും മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ജമന്തി നാടൻ ജമന്തി പോലെ നമ്മുടെ കയ്യിൽ നമുക്ക് നിലനിർത്താൻ പറ്റും. നമ്മൾ നന്നായിട്ട് കുറച്ച് കെയർ ചെയ്യണമെന്ന് മാത്രം. നടുന്ന ടൈമിൽ കൊമ്പ് കുത്തി നടുന്ന സമയവും അതുപോലെ തന്നെ പോട്ട് ചെയ്യുന്ന സമയമൊക്കെ നന്നായി തണലത്ത് വെക്കുക. ഇപ്പം ഞങ്ങളുടെ ഈ പ്ലാന്റ് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ തന്നെയും ഒരു 1.5 ആഴ്ചയോളം നല്ല തണലിലൊന്ന് വെച്ചതിന് ശേഷം മാത്രം പതുക്കെ വെയിലത്തോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അവിടെ സെറ്റായിരുന്നോളും. അന്നേരം ഏകദേശം ജമന്തി പിടിപ്പിക്കേണ്ട ഒരു കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഇതുപോലെ നന്നായിട്ട് നല്ലൊരു വീഡിയോ അതിൻ്റെ മാത്രം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ
കണ്ടില്ലേ പ്ലാന്റുകൾ, ഇതാണ് അളവ് വരുന്നത്. ഒരുപാട് ഇരിപ്പുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്മുടെ നമ്പറുണ്ട്. ആ നമ്പറിൽ നിന്ന് നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജമന്തിൻ്റെ തൈകളൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ. അടുത്ത സെയിലിനായിട്ടുള്ള പ്ലാന്റ് കലാത്തിയ വൈറ്റ് ഫ്യൂഷൻ ആണ് കേട്ടോ. വൈറ്റ് ഫ്യൂഷൻ അതെ കണ്ടോ, ഇതിന് 200+ AC ആണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ തന്നെയാണ്, ചെടിയാണ്. എന്താ കണ്ടോ, നല്ല മെച്യൂർഡായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ഇത് മിനിയേച്ചറാണല്ലോ, ഇത് ഇങ്ങനെ ഷോർട്ടായിട്ട് തന്നെ നിന്ന് ഒരുപാട് ബേബീസ് വരുന്നൊരു തൈയാണ്. അതുപോലെ ഇൻഡോർ തന്നെയാണ്, ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാം. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കരുത്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പം ലീഫുകളൊക്കെ കരിഞ്ഞു വരും. അപ്പം കണ്ടില്ലേ പ്ലാന്റുകളൊക്കെ ഇഷ്ടമായിരുന്നോ? അപ്പോൾ അടുത്തതായിട്ട് സെയിലിനുള്ളത് ജെറിബറയാണ് കേട്ടോ. ജെറിബറ ദേ നല്ല വെറൈറ്റിയാണ് കണ്ടോ. 80 രൂപയാണേ ഇതിന് വരുന്നത്. 80+ AC ആണ്. പല കളറുണ്ട് കേട്ടോ. ദേ വിരിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ മുട്ടൊക്കെ. ഇത് കണ്ടോ, വിരിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ, വിരിഞ്ഞിട്ടില്ല. നല്ല സുന്ദരി മണിയായിട്ട് നിൽക്കുന്ന നമ്മുടെ ജെറിബറേൻ്റെ തൈകളാണ്, കണ്ടില്ലേ. പിന്നെ ഉള്ളത് നമ്മുടെ ചെമ്പരത്തികളാണ് കേട്ടോ. ചെമ്പരത്തികൾക്ക് വരുന്നത് 90+ AC ആണ് വരുന്നത്. നല്ല വലിപ്പമുള്ള തൈകളാണ്. ഓരോന്നിൻ്റെയും സൈസ് വ്യത്യാസമാണ്. പല കളറുകളാണ് കണ്ടോ, ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇത് 90+ AC ആണ് വരുന്നത്. നമുക്ക് കൊമ്പ് കുത്തി പിടിപ്പിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിലും ചെമ്പരത്തി നമുക്ക് കൊമ്പ് കുത്തിയിട്ട് പിടിപ്പിക്കാൻ പറ്റും. കുറച്ച് കെയർ ചെയ്യണമെന്ന് മാത്രമാണ് ഉള്ളത്. എല്ലാവർക്കും ഇന്നത്തെ സെയിൽ പോസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കണേ. കൂട്ടത്തിൽ ഇത്രയും നേരവും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട് മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.